ഏതാനും നാളുകൾക്ക് മുൻപ് ബംഗാൾ ഇലക്ഷന് മുമ്പ് സകല രാഷ്ട്രീയ പാർട്ടിക്കാരെയും വെല്ലുവിളിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട്, അപഹസിച്ചുകൊണ്ട് മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി കൊൽക്കത്തയിൽ ഒരു പ്രഭാഷണം നടത്തി. അവസാനം ജയ് ബംഗ്ല എന്നൊക്കെ പറഞ്ഞ പ്രസംഗം അവസാനിപ്പിച്ചു. ഈ പ്രസംഗത്തിൽ ഉടനീളം അവർ BJPയെയും കോൺഗ്രസിനെയും CPMനെയും കടന്നാക്രമിക്കുകയായിരുന്നു. ഈ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഒരു സഖ്യമുണ്ട്. അതിന്റെ ഭാഗമാണ് തൃണമൂൽ ഇപ്പോൾ 1, 2, 3 ഒക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഈ ഒരവസരത്തിൽ ഇപ്പോൾ തോറ്റ് തുന്നമ്പാടി പാർട്ടിയും പിളർന്ന് ഒരു രാഷ്ട്രീയ അഭയാർത്ഥിയെ പോലെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയെ പോലെ നാട്ടുകാർ കാണുമ്പോൾ കൂവുന്ന അവസ്ഥയിലേക്ക്, സ്വന്തമായിട്ട് ജെറ്റും ഫ്ലൈറ്റും പ്ലെയിനും ഒക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ എങ്ങനെ വാങ്ങി എന്നതിനെക്കുറിച്ചുള്ള ശക്തമായ അന്വേഷണം BJP സർക്കാർ, സുവേന്ദു അധികാരി സർക്കാർ തുടങ്ങാനിരിക്കുകയാണ്. അപ്പം മമതാ ബാനർജിക്ക് ഒരു ബോധോദയം ഉണ്ടാകുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബംഗാളിൽ BJPക്ക് എതിരെ നിൽക്കണം, അല്ലെങ്കിൽ BJPയെ വീഴ്ത്താൻ കൂടെ നിൽക്കണം എന്ന ഒരു പ്രഖ്യാപനമാണ് അവർ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നടത്തിയത്. ഈ ഒരു ബുദ്ധി എന്തുകൊണ്ട് നേരത്തെ തോന്നിയില്ല എന്ന് കോൺഗ്രസും CPMും ഒക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ പോലും അവരാരും ഇവരുടെ കൂടെ നിൽക്കും എന്ന് തോന്നുന്നില്ല. കാരണം അവരുടെ കൂടെ രാഷ്ട്രീയമായിട്ടോ സാമൂഹ്യമായിട്ടോ ഒന്നും നിൽക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു രാഷ്ട്രീയ നേതാവിനോ കഴിയില്ല. അത്രയ്ക്ക് ഭ്രാന്തമായ ഒരു മാനസികാവസ്ഥയുള്ള, ഒരു അധികാര മോഹിയായ, അല്ലെങ്കിൽ ഒരു രക്തദാഹിയായ ഒരു സ്ത്രീയാണ് മമതാ ബാനർജി എന്ന വ്യക്തി. അവർക്ക് അവരുടെ പാർട്ടി, അല്ലെങ്കിൽ അവരുടെ അനന്തരവൻ, അത്രയേ ഉള്ളൂ. അവരുടെ പാർട്ടി പ്രവർത്തകരെ പോലും അവർ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നതാണ് വാസ്തവം. എന്തായാലും തകർന്ന തരിപ്പണമായി നിൽക്കുന്ന ബംഗാളിലെ തൃണമൂലിന്റെ പല പല കഷ്ണങ്ങൾ അത് കൂട്ടിച്ചേർക്കാനായിട്ട് പല കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട്. അതൊന്നും കാര്യമൊന്നുമില്ല. ഏറ്റവും ശക്തമായ അന്വേഷണം മമതാ ബാനർജിക്കെതിരെയും അതുപോലെ തന്നെ മമതയുടെ കൂടെ മന്ത്രിയായിരുന്ന പലർക്കെതിരെയും ഒക്കെ തന്നെ സുവേന്ദു അധികാരി സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. അന്നേരമാണ് അതിനെതിരെ സമരം ചെയ്യുന്നതിന്, അതായത് ഇവർക്കെതിരെ അന്വേഷണം വരുമ്പോൾ ED അന്വേഷണം വരാം, NIA അന്വേഷണം വരാം, അതുപോലെ തന്നെ ഈ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ഈ അനധികൃതമായ ബന്ധങ്ങൾ, ബംഗ്ലാദേശുമായിട്ടുള്ള ആ ഒരു ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ പല രീതിയിൽ വരാം. അതായത് രാജ്യദ്രോഹപരമായ നിലപാടുകൾ പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ് മമതാ ബാനർജി എന്നാണ് ആരോപണം ഉയരുന്നതല്ല, അത് ഒരു പരിധിവരെ ശരിയുമാണ് പ്രഥമ ദൃഷ്ടിയാ നോക്കുകയാണെങ്കിൽ. അപ്പോൾ പലതരത്തിലുള്ള അന്വേഷണം വരാം. ആജീവനാന്തം ഇവർ ജയിലിൽ അടയ്ക്കപ്പെടാം. ലാലു പ്രസാദ് യാദവിന് സംഭവിച്ചതുപോലെ, അല്ലെങ്കിൽ മറ്റ് ചില നേതാക്കൾക്കൊക്കെ സംഭവിച്ചതുപോലെ കാലാകാലങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നേക്കാം. അങ്ങനെ പല വിഷയങ്ങളുണ്ട്. തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെയായിരിക്കും അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. സുവേന്ദു അധികാരി അതിന് തുനിഞ്ഞിറങ്ങിയിരിക്കുക തന്നെയാണ്. അത് മറ്റൊരു കാര്യം. എന്തൊക്കെയായാലും എല്ലാവരും ഒന്നിച്ചു നിന്ന് BJPക്കെതിരെ പോരാടണം എന്ന ആഹ്വാനങ്ങൾ ഇനിയിപ്പോൾ പല സമയങ്ങളിലായി നമുക്ക് കേൾക്കാൻ സാധിക്കും മമതാ ബാനർജിയുടെ വായിൽ നിന്ന്. എന്തൊക്കെ ഒന്നിച്ചു നിന്നാലും ഈ ഇന്ത്യ സഖ്യം ഒന്നിച്ചു നിന്ന ചരിത്രമില്ലല്ലോ. വർഷമെത്രയായി ഇവർ ഒന്നിച്ചു നിൽക്കുക എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട്. ഒരു മര്യാദയ്ക്ക് ഒരു മീറ്റിംഗ്, ഇവരുടെ ആദ്യത്തെ മീറ്റിംഗ് ബീഹാറിലെ പാട്നയിലായിരുന്നു. ആദ്യത്തെ ഇന്ത്യ സഖ്യത്തിന്റെ മീറ്റിംഗ്, അതുപോലും അടിച്ചു പിരിഞ്ഞു പോയി. അന്ന് മുലായം സിംഗ് യാദവും ഒക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ തേജസ്വി യാദവ്, ലാലു പ്രസാദ് യാദവിന്റെ മകൻ ഒക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. UPയിലെ ചില BSP മായാവതി അവർ സഹകരിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായി. അതിനുശേഷം അരവിന്ദ് കെജ്രിവാൾ ഇടഞ്ഞു. അതിനുശേഷം ഈ തൃണമൂലിലെ മമതാ ബാനർജി ഇടഞ്ഞു. മൊത്തം പ്രശ്നങ്ങളാണ്. ഇത് രൂപീകരിച്ചത് മുതൽ ഇന്ന് വരെ പ്രശ്നങ്ങളാണ്. CPM ഒക്കെ അതിന്റെ ഭാഗമാണ്. അപ്പം അകത്തു പോകാതിരിക്കാൻ, അല്ലെങ്കിൽ അകത്തു പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു 4 മുദ്രാവാക്യമെങ്കിലും വിളിക്കാൻ തൃണമൂലുകാരെയോ കിട്ടത്തില്ല. സ്വന്തം കൂടെയുള്ള തൃണമൂലുകാരെ പോലും കിട്ടത്തില്ല. ഇനിയിപ്പോൾ CPMകാരോ കോൺഗ്രസ്സുകാരോ വല്ലതും 2 മുദ്രാവാക്യം വിളിച്ചാൽ അത്രയെങ്കിലുമായി എന്ന് വിചാരിച്ചായിരിക്കും മമതാ ദീദി ഇത്തരം ആഹ്വാനങ്ങളൊക്കെ തന്നെ അടിക്കടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ത് നടത്തിയിട്ടും കാര്യമൊന്നുമില്ല, അകത്തു പോകും എന്ന കാര്യം ഉറപ്പാണ്.